ദൈവം ദീർഘായുസ് കൊടുത്ത് ഇതുപോലുള്ള നന്മകൾ ഭൂമിയിൽ ചെയ്യുവാൻ ദൈവം അദ്ദേഹത്തെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ ഇദ്ദേഹത്തെ ഞാൻ ആദരിക്കുകയാണ്. താങ്ക് യു ഡോക്ടർ. ഈ ഷീൽഡ് നിങ്ങളുടെ എല്ലാ അനുവാദത്തോടെ ഞാൻ ബഹുമാനപ്പെട്ട ഡോക്ടറിനെ കൈമാറും. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് നമ്മളിവിടെ കൂടിയിരിക്കുന്നത് ലോഹപ്രശസ്തനായ ഡോക്ടർ MC സിറിയക് സാറിനെ ആദരിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. തൻ്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ അനുഭവസ്ഥരായിട്ടുള്ള ആളുകൾ വിവരിക്കും. ഇന്ന് മീറ്റിംഗിലേക്ക് സ്വാഗതം പറയുന്നതിന് വേണ്ടി ബ്രദർ പുന്നൂസ് തൊടുപുഴ യുണൈറ്റഡ് പെന്റക്കോസ്റ്റൽ കൗൺസിലിന്റെ നാഷണൽ ജോയിന്റ് സെക്രട്ടറി ആയിട്ട് സേവനമനുഷ്ഠിക്കുന്നു. ഇവിടെ കടന്നു വന്നിരിക്കുന്ന ആളുകളെ പരിചയപ്പെടുത്തുകയും അവരുടെ പദവികളെ കുറിച്ച് പറയുകയും അതോടൊപ്പം തന്നെ സ്വാഗതം ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് പാസ്റ്റർ പുന്നൂസ് തൊടുപുഴ ഇവിടെ ഉത്തരവാദിത്വം. അപ്പോൾ സ്വാഗത പ്രസംഗത്തിന് വേണ്ടി പാസ്റ്റർ പുന്നൂസ് തൊടുപുഴയെ ക്ഷണിക്കുന്നു. യുണൈറ്റഡ് പെന്തക്കോസ്റ്റ് കൗൺസിലിന്റെ ദേശീയ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ബാബു പറയത്തുകാട്ടിലെ ആളുകൾ, ഏറ്റവും ആദരിക്കപ്പെടുന്ന ഡോക്ടർ MC സിറിയക് അവറുകൾ, ഗോസ്പൽ TV UP-യുടെ ചെയർമാനും യുണൈറ്റഡ് പെന്തക്കോസ്റ്റ് കൗൺസിലിന്റെ ഉത്തർപ്രദേശ് പ്രസിഡന്റുമായ ഡോക്ടർ സാജു അവറുകൾ, മറ്റ് എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ വന്ദനം ഞാൻ അറിയിക്കുന്നു. ഇന്ന് നമ്മളിവിടെ ഇങ്ങനെ പ്രിയ ഡോക്ടറിനെ ആദരിക്കാൻ നമുക്ക് ഒരുമിച്ച് കൂടാനിടയായത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു നിമിഷമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ബഹുമാനപ്പെട്ട ഡോക്ടർ ഒത്തിരി അന്തർദേശീയ പുരസ്കാരങ്ങളൊക്കെ ഏറ്റുവാങ്ങിയിട്ടുള്ള ഒത്തിരി ആൾക്കാരെ സഹായിക്കുന്ന ഒരു ഡോക്ടറാണ് എന്ന് ഞാനിതിനോടൊക്കെ അറിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിനെ ആദരിക്കാനുള്ള ഒരു സാവകാശം UPCക്ക് ലഭിക്കുന്നത് UPSയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിലപ്പെട്ട അവസരമാണെന്ന് ഞാൻ ഓർമ്മിക്കട്ടെ. ഡോക്ടർ ഒത്തിരി 1000-ലധികം വീടുകൾ, നിർദ്ധനരായ ആൾക്കാർക്ക് വീടുകൾ വെച്ച് കൊടുക്കുകയും ഒത്തിരി ആൾക്കാരെ സഹായിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ബഹുമാനപ്പെട്ട ഡോക്ടർ നമ്മുടെ കൂടെ ഉണ്ടല്ലോ. അദ്ദേഹത്തിന്റെ വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. എനിക്കറിയാം, വീടില്ലാത്ത ഒരാളുടെ സാഹചര്യം, അവരുടെ ജീവിതാനുഭവം വളരെ പ്രയാസമാണ്. ഞാൻ ജനിച്ചു വളർന്ന സമയമൊക്കെ വളരെ നിർദ്ധന കുടുംബമായിരുന്നു എൻ്റെ കുടുംബം. എൻ്റെ പിതാവ് ഒരു മദ്യപാനിയായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ കുടുംബം വളരെ പ്രയാസത്തിലായിരുന്നു. അപ്പോൾ എൻ്റെയൊക്കെ വീട് ഞാൻ ഓർക്കുന്നുണ്ട്, ചിലപ്പോൾ രണ്ട് പ്രാവശ്യമൊക്കെ ഒരു വർഷം വീട് പണിയുമായിരുന്നു. കാര്യം എൻ്റെ വീട് പുല്ലുകൊണ്ടും ഒക്കെ പണിത വീടായിരുന്നു. അത് ഞങ്ങളുടെയൊക്കെ കയ്യിൽ നിന്ന് മണ്ണെണ്ണ നിന്നൊക്കെ തീ പടർന്ന് അത് കത്തിപ്പോകും. അന്നേരം നാട്ടുകാരൊക്കെ കൂടി ആണ് ഞങ്ങൾക്കൊക്കെ വീട് പണിത് തന്നിട്ടുള്ളത്. ആ വീടില്ലാത്ത സാഹചര്യവും അതിന്റെ വേദനയും ഒക്കെ എന്താണെന്ന് എനിക്കറിയാം. മാത്രമല്ല, കഴിഞ്ഞ 30 വർഷമായി ഞാൻ ഒരു സഭാ ശുശ്രൂഷകൻ എന്ന നിലയിൽ ഞാൻ കർത്താവിന് വേല ചെയ്യുന്നത് കൊണ്ട് ഒത്തിരി വീടുകളില്ലാത്ത കുടുംബങ്ങൾ, അവരുടെ അനുഭവങ്ങൾ, അവരുടെ വേദനകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്നലെയും ഞാനും ബഹുമാനപ്പെട്ട സാജി സാറും ഒരുമിച്ച് കോതമംഗലത്തെ ഒരു വീട്ടിൽ പോവുകയും അതിന്റെ വീഡിയോ എടുക്കുകയും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. വളരെ നിർദ്ധനരായ ഒരമ്മയും മകനും മാത്രം താമസിക്കുന്ന ഒരു കുടുംബം. അമ്മ ഫിക്സും ഷുഗറും ഒക്കെ ഉള്ളതുകൊണ്ട് ആ അമ്മയ്ക്ക് പുറത്തുറങ്ങാൻ പറ്റത്തില്ല. ആ ഫിക്സ് ഇടയ്ക്കിടയ്ക്ക് ഫിക്സ് വരുന്നത് കൊണ്ട് ആ മകൻ, 35 വയസ്സുള്ള ഒരു മകൻ, ആ അമ്മയെ നോക്കി ആ വീട്ടിലിരിക്കുന്നു. അമ്മയുടെ അടുത്ത് അദ്ദേഹത്തിന് പുറത്തേക്ക് പോകാൻ, വീട്ടിലെ പച്ചക്കറി മേടിക്കാൻ പോലും വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ പറ്റാത്ത സാഹചര്യം. വീടെന്നൊന്നും പറയാനില്ല, മൊത്തം പൊളിഞ്ഞ് പെയ്യുന്ന മുഴുവൻ വെള്ളവും ആ പെരയ്ക്കകത്ത് വീഴും. സ്വന്തമായിട്ടൊരു ബാത്റൂം പോലും ഇല്ല. അവരുടെ കണ്ണുനീരും അവരുടെ വേദനയൊക്കെ ഇന്നലെയും ഞങ്ങൾ കണ്ടതാണ്. അപ്പൊ അത്തരത്തിലുള്ള ആയിരക്കണക്കിന് കുടുംബങ്ങളെ കൈപിടിച്ചുയർത്തുന്ന ഒരു നല്ല ഹൃദയത്തിന്റെ ഉടമ, നല്ല ഒരു ഹൃദയത്തിന്റെ ഉടമയാണ് ഇന്ന് നമ്മൾ ആദരിക്കുന്നത് എന്നുള്ളത് ഏറ്റവും സുദീർഘമായ അവസരമാണെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. ഞാൻ ഇതൊക്കെ പറയുമ്പോൾ ഞാൻ ഒരു കാര്യം കൂടെ ഓർപ്പിക്കാം. നമ്മുടെ ഈ
ഗോസ്ബൽ TV UPയുടെ ചെയർമാൻ ഡോക്ടർ സാജു തോമസ്. അദ്ദേഹം ഉത്തർപ്രദേശിലാണ് വർക്ക് ചെയ്യുന്നത്. അദ്ദേഹം ഉത്തർപ്രദേശ് വർക്ക് ചെയ്യുമ്പോഴും ഇദ്ദേഹം ഒത്തിരി പേർക്ക് വേണ്ടി കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് സ്വന്തമായിട്ട് വീടില്ല. അദ്ദേഹത്തിന് ഉത്തർപ്രദേശിൽ അദ്ദേഹം അടയ്ക്കാണ്. ഇവിടെ നാട്ടിൽ വരുമ്പോൾ സ്വന്തം ചേട്ടന്റെ വീട്ടിലാണ് താമസിക്കുന്നത്. അങ്ങനെ ഭൂമി ഒരു വീടില്ലാത്ത മനുഷ്യനാണ്. ഈ ഒത്തിരി പാവങ്ങൾക്ക് വേണ്ടി ഈ സേവനം ചെയ്യുന്നതെന്ന് ഓർമ്മിക്കുന്നില്ല. അദ്ദേഹം ഇതുവരെ ആ കാര്യം ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒത്തിരി പേരെ സഹായിക്കാൻ വല്ലവരെയും കർത്താവ് സഹായിക്കട്ടെ എന്ന് ഞാൻ ഓർമ്മിക്കുന്നു. എന്റെ ഉത്തരവാദിത്തത്തിലേക്ക് ഞാൻ പ്രവേശിക്കട്ടെ. ഇന്നത്തെ യോഗത്തിന്റെ അധ്യക്ഷൻ യുണൈറ്റഡ് പെന്തക്കോസ്റ്റ് കൗൺസിലിന്റെ ദേശീയ വൈസ് പ്രസിഡന്റ് കൂടിയായ പാസ്റ്റർ KP രാജു അവர்கள் അദ്ദേഹം നമ്മുടെ കൂടെയുണ്ട്. അദ്ദേഹത്തെ ഈ മീറ്റിംഗിലേക്ക് എന്റെ വ്യക്തിപരമായ പേരിലും ഈ മീറ്റിംഗിന്റെ പേരിലും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ തന്നെ നമ്മളിന്ന് ആദരിക്കാൻ പോകുന്ന ബഹുമാനപ്പെട്ട ഡോക്ടർ MC സിറിയക് അവர்கள், അദ്ദേഹത്തെ നമുക്ക് എത്ര പറഞ്ഞാലും അദ്ദേഹത്തിന് വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടി നമ്മുടെ കൂടെ ഇരിക്കുന്നുണ്ട്. അദ്ദേഹത്തെ ഞാൻ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ തന്നെ നമ്മുടെ യുണൈറ്റഡ് പെന്തക്കോസ്റ്റ് കൗൺസിലിന്റെ ദേശീയ പ്രസിഡന്റ് ബാബു പായത്തുകാട്, അദ്ദേഹം ഒത്തിരി തിരക്കുള്ള ആളാണ്. ഇപ്പൊ ഇലക്ഷന്റെ അവസാന ദിവസങ്ങളാണ്. അദ്ദേഹം രാഷ്ട്രീയ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി കൂടെയാണ്. അതുപോലെ UPCന്റെ പ്രസിഡന്റാണ്. അങ്ങനെ വളരെ തിരക്കുണ്ട്. ഒത്തിരി പൊസിഷനിലുള്ള ബാബു സാറിനെ ഈ സമയത്ത് നമ്മുടെ കൂടെ കിട്ടിയത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രത്യേകിച്ച് ഡോക്ടറെ ആദരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ എന്തും തിരക്കുണ്ടെങ്കിലും അതൊക്കെല്ലാം മാറ്റിവെച്ച് ഞാൻ നിങ്ങളുടെ കൂടെ ചേരാൻ കൂടെ വയ്ക്കാൻ ആഗ്രഹിക്കുന്നെന്ന് പറഞ്ഞാണ് അദ്ദേഹം ഇവിടെ നമ്മുടെ കൂടെ വന്നത്. ബഹുമാനപ്പെട്ട ബാബു സാറിനെ ഞങ്ങളുടെ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ തന്നെ ബഹുമാനപ്പെട്ട സാജു സാർ, ഈ യുണൈറ്റഡ് പെന്തക്കോസ്റ്റ് കൗൺസിലിന്റെ യൂത്ത് ഉത്തർപ്രദേശ് പ്രസിഡന്റും ഗോസ്ബൽ TV UPയുടെ ചെയർമാനുമായ സാറിനെ ഞാൻ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ ഡോക്ടർ OJ ജോൺ, അദ്ദേഹവും വളരെ വിലപ്പെട്ട സമയം ഒത്തിരി തിരക്കുള്ള ആളാണ്. ബൈബിൾ സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട്, മറ്റൊത്തിരി ശുശ്രൂഷകളുണ്ട്. അതിനിടയിൽ ഇത് നമ്മുടെ കൂടെ കുടുംബമായിട്ടുള്ള വന്നിട്ടുണ്ട്. പ്രിയ ഡോക്ടറെ ഞാൻ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യും. BM കുരുവിള, അദ്ദേഹത്തിന്റെ സമയം നമ്മുടെ കൂടെ ചെലവഴിക്കുന്നതിൽ ഞങ്ങൾ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റൊരു ബഹുമാനപ്പെട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും ഒറ്റ വാക്കിൽ ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഇരിക്കുന്നു. കർത്താവിലെ സുഹൃത്തുക്കളായിരിക്കുന്നു. നമ്മുടെ MC സിറിയക് ഡോക്ടറിനെ കുറിച്ച്, അദ്ദേഹത്തിന്റെ സേവനങ്ങളെ കുറിച്ച് അനുഭവസ്ഥരായ രണ്ട് വ്യക്തികൾ സംസാരിക്കും. ആദ്യം പാസ്റ്റർ VM കുരുവിള സംസാരിക്കും. അതിനുശേഷം ലോകപ്രശസ്തനായ എഴുത്തുകാരൻ, സാറിനെ വർണ്ണിച്ചാൽ മതിയാകാത്ത ആളാണ് അദ്ദേഹം. 50 പുസ്തകങ്ങളുടെ ഗ്രന്ഥകർത്താവാണ്. 20ലധികം പുസ്തകങ്ങൾ ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്. പല പത്രങ്ങളുടെയും പത്രാധിപനായി പ്രവർത്തിക്കുന്നു. അതിനുശേഷം ഡോക്ടർ OJ ജോൺ സാർ സംസാരിക്കുന്നത്. എനിക്ക് സാറുമായിട്ടുള്ള ബന്ധത്തിൽ 2016 ഒരിടത്തൊരു പരസ്യയോഗത്തിന് ഞാൻ പാടിക്കൊണ്ടിരുന്നപ്പോൾ അതിന്റെ പ്രസംഗകനായിട്ടാണ് സാറ് ആർപ്പുക്കരയ്ക്കടുത്ത് കരിപ്പൂത്തട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് എത്തപ്പെട്ടത്. അപ്പോൾ ഞാൻ ഏകദേശം 20 വർഷത്തോളമായി ഭവനമില്ലാതെ പല വാടക വീടുകളിൽ താമസിച്ചുകൊണ്ടിരിക്കെ സാർ എന്നോട് പറഞ്ഞു, എന്നാൽ കുരുള അയർക്കൊത്ത് വരും, അവിടെ എങ്ങനെ വീടെടുക്കുവാണെങ്കിൽ അവിടെ എനിക്ക് ഒരു പ്രയർ ഗ്രൂപ്പുണ്ട് പയ്യാനി മണ്ഡപം കോംപ്ലക്സിൽ, അവിടെ വന്ന് പാട്ട് പാടുവാനും മറ്റ് ആത്മീയ കാര്യങ്ങൾക്ക് സഹകരിക്കുവാൻ അദ്ദേഹം പറഞ്ഞ അനുസരിച്ച് ഇവിടെ വന്നു. 2018 വെള്ളം മുങ്ങി ഞങ്ങൾ താമസിച്ചിരുന്ന ഇടത്ത് വീട്ടിലെല്ലാം നെഞ്ച് വെള്ളം ഉയർന്നു കഴിഞ്ഞപ്പോൾ ഞാൻ സാറിനെ വിളിച്ചിട്ട് പറഞ്ഞു, പ്രഭാതത്തിൽ 4 മണിയാക്കി ഞാൻ സാറിനെ വിളിച്ചു, കാരണം ഞങ്ങളെല്ലാവരും മുങ്ങിപ്പോകും, വെള്ളം വന്നിരിക്കുകയാണ് ഞാൻ താമസിക്കുന്ന മാലം എന്ന് പറയുന്ന സ്ഥലത്ത്. സാറ് നിമിഷ നേരങ്ങൾ കൊണ്ട് സാറിന്റെ ആ ചെറിയ നാനോ കാറിൽ ഇവിടുന്ന് 3 കിലോമീറ്റർ അപ്പുറത്ത് വന്ന് എന്നെയും എൻ്റെ ഭാര്യയും എൻ്റെ മകനെയും ആ കാറിൽ കയറ്റിക്കൊണ്ടുവന്ന് ഈ കാണുന്ന കെട്ടിടത്തിന്റെ 4ാം നിലയിൽ ഞങ്ങളെ 3 ആഴ്ച ഭക്ഷണവും എല്ലാ സൗകര്യവും ഞങ്ങളെ താമസിച്ചു. വെള്ളം ഇറങ്ങി പോയതിനു ശേഷം സാറ് ഞങ്ങൾക്ക് ഇവിടെ ളാക്കാട്ടൂര് 10 സെന്റ് സ്ഥലവും വാങ്ങി അതിനകത്ത് ഒരു കെട്ടിടവും വെച്ച് തന്ന് ഞങ്ങളെ അവിടെ താമസിപ്പിച്ചിരിക്കുകയാണ്.
അത് എനിക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാകുന്നില്ല. കാരണം വഴിയിൽ കിടന്ന് വഴിയിൽ മധ്യേ ഞാൻ മരണപ്പെട്ടു പോകുമോ എന്ന് ഒരു ഭയപ്പെട്ടായിരുന്നു. ഞാൻ കർത്താവിനോട് ചോദിച്ചു. അപ്പോൾ കർത്താവ് ആ ചോദിച്ചു കഴിഞ്ഞ ഉടനെയാണ് എന്നെ സാറുമായിട്ട് ബന്ധപ്പെടുത്തുന്നത്. അതോടുകൂടെ ഞാനും എൻ്റെ കുടുംബവും സന്തോഷത്തിലായി ഈ പ്രദേശത്ത് താമസിച്ചുകൊണ്ട് കർത്താവിൻ്റെ വയലിൽ അധ്വാനിക്കുകയും അതുപോലെ സാറിൻ്റെ ഇവിടുത്തെ ആഴ്ചകളോടുള്ള കൂട്ടായ്മകളിൽ പങ്കുചേരുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ എൻ്റെ കൂട്ടത്തിൽപ്പെട്ട വളരെ അടുത്ത് എനിക്ക് വേണ്ടപ്പെട്ട ക്രിസ്തുവിൽ സഹോദരന്മാരായിരിക്കുന്ന പാസ്റ്റർമാർക്ക് അദ്ദേഹം ഇവിടെ അടുത്തൊരു 4 പേർക്ക് ഭവനം ചമച്ച് കൊടുത്തു എന്നുള്ള നമുക്ക് ആർക്കും അങ്ങനെ ഒരു മനുഷ്യനെ നമുക്ക് അയർക്കുന്നതെന്നല്ല ഈ കേരളത്തിലുണ്ടോ എന്നെനിക്ക് സംശയമാണ്. അത്രയ്ക്ക് ദൈവം എടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ്. സംഗീതത്തിനും സാറിന്റെ മകനും സംഗീതം വളരെ ആലാപന മികവുള്ളയാളാണ്, ഓർഗനിസ്റ്റാണ്. സാറും സംഗീതക്കാരനാണ്. അദ്ദേഹത്തിന്റെ ഗാനാലാപനം അടുത്ത ദിവസം അദ്ദേഹത്തിന്റെ കൺവെൻഷൻ ഇവിടെ നടക്കുന്നുണ്ട്. ആ കൺവെൻഷനിൽ അദ്ദേഹം കൺവെൻഷന് ഉദ്ഘാടനം ചെയ്യാനായിട്ട് തിരുമേനിയെ വിളിച്ചിട്ടുണ്ട്. അതുപോലെ ഒത്തിരി പാസ്റ്റേഴ്സ് ഐക്യ കൺവെൻഷനാണ്. എല്ലാ മത വിഭാഗങ്ങളെയും ചേർത്തുകൊണ്ടാണ് അദ്ദേഹം ഈ ശുശ്രൂഷകൾ ഇവിടെ ചെയ്യുന്നത്. ഈ അദ്ദേഹത്തിന്റെ മുഖമുദ്ര എന്ന് പറയുന്നത് യേശു സ്നേഹിക്കുന്നു, ഏവരെയും സ്നേഹിക്കുന്നു. അതുകൊണ്ട് തിരിച്ചുവ്യത്യാസമില്ലാതെ, നിറവ്യത്യാസമില്ലാതെ ഏവരുടെയും പ്രശ്നങ്ങൾ മനസ്സിലാക്കി അനേകരെ കൈപിടിച്ച് നടത്താൻ നമ്മുടെ സിറിയക് ഡോക്ടറിന് കഴിഞ്ഞു എന്നത് ഒരു അത്ഭുതകരമായ വിഷയം തന്നെയാണ്. അതിലേക്ക് ഇനിയും എത്ര നേരം പറഞ്ഞാലും തീരാത്ത അനുഭവങ്ങൾ എനിക്കുണ്ട്. അദ്ദേഹം ബ്രിട്ടൻ നിയമസഭയിലെ ബ്രിട്ടൻ പാർലമെന്റിൽ പോകുന്നതിന് മുമ്പും അദ്ദേഹം എന്നോട് സംസാരിച്ചു. അത് കഴിഞ്ഞ് അദ്ദേഹം റഷ്യൻ പാർലമെന്റ് വിളിച്ച് പോയപ്പോഴും അവിടെ നിന്നും അദ്ദേഹത്തെ ആദരിച്ചപ്പോഴും ശ്രീലങ്കയിൽ ദുബായിലെ രാജാവ് വിളിച്ച് ആദരിച്ചപ്പോഴും ഇനിയിപ്പോൾ അമേരിക്കയിലെ ട്രംപ് വിളിച്ചു, അദ്ദേഹം പോയില്ല. അത് പല തടസ്സങ്ങൾ വന്നു, അദ്ദേഹം പോയില്ല. അങ്ങനെ ലോകം ആദരിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് നമ്മുടെ ഇടയിൽ ഇരിക്കുന്നത്. ഞാൻ ചിലപ്പോൾ ഓർത്തു പോകാം, ദൈവമേ ഇത്രയും വലിയൊരു മനുഷ്യന്റെ കൂട്ടത്തിലാണല്ലോ ഞാൻ നടക്കുന്നത് എന്ന് ഞാൻ പലപ്പോഴും ഓർത്തു പോയിട്ടുണ്ട്. ഈ ലോകത്തിലെ ദൈവം തരുന്ന ഒരു മഹാഭാഗ്യമാണ്. അദ്ദേഹം ചെയ്യുന്ന ശുശ്രൂഷയ്ക്ക് എല്ലാം അദ്ദേഹത്തിന് പ്രതിഫലം ദൈവം ഭൂമിയിൽ വെച്ച് തന്നെ ഉള്ളത് കൊടുത്തിരിക്കുന്നു. കാരണം അദ്ദേഹത്തിന് ചുറ്റുമുള്ള വീടുകളെല്ലാം വലിയ വമ്പം കെട്ടിടങ്ങൾ 2-3 നിലകൾ വെക്കുമ്പോൾ അദ്ദേഹം ഒരു ചെറിയ ഒരു വീടിനകത്ത് യഹോവ ഈ വീട് പണിതു തന്നു എന്ന് എഴുതിയ ഒരു ഭവനത്തിൽ അദ്ദേഹം ലളിതമായ ഒരു കുഞ്ഞു കാറിൽ സഞ്ചരിച്ചുകൊണ്ട് അദ്ദേഹത്തെ പലയിടത്തും കേരളത്തിന്റെ നാനാഭാഗത്ത് അദ്ദേഹം വിളിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ ഓർക്കും, ദൈവമേ എന്തൊരു ഭാഗ്യമാണ് ഇങ്ങനെ ഒരു വ്യക്തിയുടെ കൂട്ടത്തിൽ ഇന്ന് യാത്ര ചെയ്യാൻ എന്നൊക്കെ ഞാൻ എപ്പോഴും ഓർത്തിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഇന്നത്തെ ഈ ആദരണീയനായ നമ്മുടെ ഡോക്ടർ സിറിയക്കിന്റെ ഈ ഒരു ഫംഗ്ഷൻ എല്ലാവരും ചേർന്ന് ഏറ്റവും ഭംഗിയാക്കി തീർക്കുവാൻ ഇടവരുത്തുമാറാകട്ടെ. ഇവിടെ എത്ര പറഞ്ഞാലും മതിയാകത്തില്ലാത്ത ഒത്തിരി ചരിത്രങ്ങൾ പറയാനുണ്ട്. ഈ 7-8 കൊല്ലം കൊണ്ട് ഞങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ അങ്ങനെയാണ് ഞാൻ ജോൺ സാറിനെ പരിചയപ്പെട്ടതും ജോൺ സാർ പറഞ്ഞ് പെട്ടെന്ന് ഈ സാറിനെ പരിചയപ്പെട്ടതും പെട്ടെന്ന് ഇത് ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം, ഒരു അത്ഭുതം തന്നെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഇത് ദൈവം ചെയ്തതാണെന്നുള്ള നമ്മുടെ തികഞ്ഞ അറിവിൽ വെച്ചുകൊണ്ട് നമുക്ക് കർത്താവിനെ കരങ്ങൾ ഉയർത്തി ഒന്ന് മഹത്വപ്പെടുത്താം. ആദരിക്കുന്ന മഹനീയ സദസ്സിൽ അധ്യക്ഷൻ ആയ അലങ്കൂരവരകരിക്കുന്ന ബഹുമാനായ പാസ്റ്റർ, യുണൈറ്റഡ് പെന്തക്കോസ്റ്റൽ കൗൺസിലിന്റെ അധ്യക്ഷ പീഠം അലങ്കരിക്കുന്ന ദേവദാസൻ, ഈ ദേവദാസൻ ഇങ്ങനെ തുടങ്ങി വളരെ നിഷണാശാലികളായ പ്രഗത്ഭരായ സമ്പന്നമായ ഒരു സദസ്സിലാണ് അങ്കുലി വരുന്നുവെങ്കിലും ഞാനിവിടെ സന്നിഹിതനായിരിക്കുന്നത്. ഡോക്ടർ സിറിയക്കിനെ കുറിച്ച് ഏതാനും വർഷത്തെ പരിചയം ആണ് എനിക്കുള്ളതെങ്കിലും ആ പരിചയത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന ആശയങ്ങൾ എന്നെ അത്യധികം ആകർഷിച്ചു എന്ന് പറയാൻ ഞാനിവിടെ സന്നദ്ധനാകുകയാണ്. അതുകൊണ്ടാണ് ഗോസ്പൽ TV UPയുടെ ഡയറക്ടറെ ഇക്കാര്യം അറിയിക്കുകയും അദ്ദേഹം സസന്തോഷം അതിന് സന്നദ്ധനായി തീരുകയും ചെയ്തത്. അദ്ദേഹത്തിന്റെ സേവനങ്ങൾ വിലമതിക്കാനാവാത്തതാണ്. ഇന്ത്യയിൽ ഉടനീളം സഞ്ചരിച്ച് സാധുക്കളെ
പരിചയപ്പെടുത്തുക, അവർക്ക് വേണ്ട സാമ്പത്തിക സംവിധാനങ്ങൾ ഒരുക്കുക. അക്കൂട്ടത്തിൽ ഞാൻ ഡോക്ടർ സിറിയക്കിനെ കുറിച്ച് പറഞ്ഞു. ഇദ്ദേഹത്തെ പോലെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള, സമൂഹത്തിന്റെ ഔന്നത്യത്തിന് വേണ്ടി അക്ഷീണം പരിശ്രമിക്കുന്ന ആളുകൾ വളരെ കുറവാണ്. അദ്ദേഹം ദൈവസ്നേഹിയാണ്. എന്നെ ഹഠാത് ആകർഷിച്ച അദ്ദേഹത്തിന്റെ സവിശേഷത ലാളിത്യമാണ്. 13 ലക്ഷം രൂപ മുടക്കി അദ്ദേഹത്തിന് വീടും സ്ഥലവുമായി കൊടുത്തത്. അദ്ദേഹം ഒരു കാർ, ഒരു നാനോ കാറിലാണ് യാത്ര ചെയ്യുന്നത്. ഡോക്ടർ സ്നേഹിക്കും നാനോ കാറിലാണ് യാത്ര ചെയ്യുന്നത്. ഭക്ഷണ രീതികളോ വളരെ ലളിതം. ഞങ്ങൾ ഒരുമിച്ച് കഴിഞ്ഞ ദിവസം ഭക്ഷണത്തിരുന്നപ്പോൾ ഞങ്ങൾ വറുത്തമീനും കഴിച്ച് അദ്ദേഹം കഴിച്ചില്ല, ഞങ്ങൾക്ക് പകർത്തുന്നു. അപ്പൊ ആ ഒരു ഡോക്ടറിന്റെ യാതൊരു ജാടയുമില്ലാതെ ലാളിത്യത്തിന്റെ പാരമ്യം പ്രദർശിപ്പിക്കുന്ന അദ്ദേഹത്തിന്റെ ആ മനോഭാവം സാധുക്കളോടും അരക്ഷിതാവസ്ഥയിൽ കഴിഞ്ഞുകൂടുന്ന വളരെ ദൈന്യത അനുഭവിക്കുന്നവരോടും താതാത്മ്യം പ്രാപിക്കുവാൻ അദ്ദേഹം കാണിക്കുന്ന ആർജവം അത് വർണ്ണിക്കാതിരിക്കാൻ കഴിയില്ല. അദ്ദേഹം ഇത് ഇഷ്ടപ്പെടുന്നില്ലെന്ന് തോന്നുന്നില്ല, പക്ഷേ നമുക്കത് ചെയ്യാതിരിക്കാൻ കഴിയില്ല. അദ്ദേഹത്തിന്റെ ഇതുപോലെയുള്ള അക്ഷീണമായ അനവരതമായ സാമൂഹ്യ സേവനങ്ങൾ മറ്റുള്ളവർക്ക് പ്രചോദനമായി തീരണം. അതാണ് ഇതുപോലെയുള്ള ഹ്രസ്വമായിരിക്കുന്ന ചടങ്ങിലൂടെ ഞങ്ങൾ അർത്ഥമാക്കുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യ ഡോക്ടർ മേരിക്കുട്ടി മെഡിക്കൽ കോളേജിലെ ഗൈനക്കോളജിസ്റ്റാണ്. അത് എനിക്ക് തോന്നുന്നു ലക്ഷക്കണക്കിന് ആളുകളുടെ 2.5 ലക്ഷം ആളുകളുടെ കുട്ടിയെ എടുത്തിട്ടുണ്ടെന്ന് പറയുന്നത്. ഇവിടെ തന്നെ 10,000-ൽ പരം പ്രസവ ശുശ്രൂഷ ചെയ്ത ഒരു മഹനീയ ഡോക്ടറാണ് ഭാര്യ. ഈ രണ്ടുപേരും കൂടെ ഇവിടെ ഈ സേവനം ചെയ്യുമ്പോൾ കൺസൾട്ടേഷൻ ഫീ എന്റെ അറിവ് 30 രൂപ കൺസൾട്ടേഷൻ ഫീ. ലക്ഷക്കണക്കിന് രൂപ ഈ ആശുപത്രിയിൽ ആളുകൾ വന്നിട്ട് കൊടുക്കാറുണ്ട്. ഇതൊക്കെ എന്തൊരു അനുഭവം. അപ്പോ അദ്ദേഹത്തിന്റെ ലക്ഷ്യം ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ മറ്റുള്ളവരെ സേവിക്കുക, അതുവഴി ദൈവനാമം ഉയർത്തുക, ദൈവത്തെ സ്നേഹിക്കുന്നു, അതുകൊണ്ട് മനുഷ്യരെ സ്നേഹിക്കുന്നു. അപ്പൊ നമ്മുടെ ജീവിതം സാർത്ഥകമായി തീരുന്നത് മറ്റുള്ളവരെ കൂടെ ഉയർത്തുന്നതിലൂടെ, മറ്റുള്ളവരുടെ ഔന്നത്യത്തിനോട് പ്രവർത്തിക്കുന്നതിലൂടെ, അവരെ സേവിക്കുന്നതിലൂടെയാണെന്ന മാതൃക ഉത്തമമായ ഉദാഹരണം അദ്ദേഹത്തിലൂടെ നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹത്തിന് എല്ലാ ദീർഘായുസ്സും ദൈവം പകരട്ടെ. അദ്ദേഹത്തിന്റെ സേവനങ്ങൾ വർദ്ധിതമായി തീരട്ടെ. അദ്ദേഹത്തിന്റെ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ. അതുവഴി അനേകർക്ക് പ്രചോദനവും ആശ്വാസവുമായി തീരുവാൻ സർവബലവനായ ദൈവം സഹായിക്കട്ടെ എന്ന് ഉത്ബോധിപ്പിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് എന്റെ ഹ്രസ്വമായിരിക്കുന്ന പ്രഭാഷണം ായിട്ട് അധ്യക്ഷ പ്രസംഗമാണ്. അതിന് മുമ്പ് ഒരു ചെറിയ കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. ഡോക്ടർ MC സിറിയക് സാറ് ഭവന നിർമ്മാണ പദ്ധതി വീട് വെച്ച് കൊടുക്കുന്ന ഒരു കാര്യം ചെയ്യാൻ ഉണ്ടായൊരു സംഭവം പറയാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ബാല്യകാലത്ത് അദ്ദേഹം ഒരു സാധാരണക്കാരന്റെ വീട്ടിൽ പോയി താമസിക്കുവാനായിട്ട് ഇടയായിട്ട് ചില പ്രത്യേക സാഹചര്യങ്ങൾ, അതായത് കുടികിടപ്പുകാരായിട്ടുള്ള കുറച്ച് ആളുകളുണ്ട്. അവരുടെ ഒരു വീട്ടിൽ ഒരു ദിവസം അന്തി ഉറങ്ങേണ്ടതായിട്ടുള്ള സാഹചര്യം. അന്ന് വലിയ മഴ പെയ്തപ്പോൾ ഇന്നലെ നമ്മൾ പോയ വീടിന്റെ അവസ്ഥ പോലത്തെ അവസ്ഥയാണ്. മഴയിലെ വെള്ളം മുഴുവൻ വീടിന്റെ അകത്ത്. അന്ന് തന്റെ മനസ്സിലേക്ക് ചിന്തകൾ വന്നു. അത് മാത്രമല്ല, ഡോക്ടർ സാറിന്റെ ഒരു എപ്പോഴും ഒരു ആപ്തവാക്യം, ഒരു കുറി വചനം, മനുഷ്യനാൽ അസാധ്യമായത് ദൈവത്താൽ സാധ്യം. അതാണ് അദ്ദേഹത്തിന്റെ ഈ ആശുപത്രിയിൽ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ വെറും സാധാരണ കുടുംബത്തിൽ നിന്ന് ജനിച്ചു വളർത്തപ്പെട്ട വ്യക്തിയാണ് അദ്ദേഹം. YMCAയുടെ ഓൾ ഇന്ത്യ പ്രസിഡന്റ് ആയിരുന്നു. മദ്യവർജന സമിതിയുടെ ചെയർമാനായിരുന്നു. ഉമ്മൻചാണ്ടി സാറുമായിട്ട് വളരെ അടുത്ത് പ്രവർത്തിച്ച് മദ്യവിരുദ്ധ സമിതിയിൽ പ്രവർത്തിച്ചു. അങ്ങനെ ഞാൻ ഇന്റർവ്യൂവിൽ സാറിനോട് ചോദിച്ചു, സാറിന് എങ്ങനെ ചെയ്യാൻ കഴിയുന്നു എന്ന് ചോദിച്ചു. പറഞ്ഞത് എന്റെ ഗുരുനാഥൻ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞത് ഇങ്ങനെയാണ്: ഈ എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യം. അത് മാത്രമല്ല, നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ.
ഇതുപോലെ ആശയങ്ങൾ ഉൾപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നവരാരുണ്ട്. നമ്മുടെ തിരുമേനിമാരൊക്കെ ആണെങ്കിലും 8 കോടി 9 കോടി രൂപയുടെ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നു, വലിയ വലിയ. പക്ഷേ ഈ ക്രിസ്തുവിന്റെ ജീവിതം അത് മാതൃകയാക്കി കാണിക്കുന്ന ചില ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവരാണ് നമ്മുടെ മാതൃക. അപ്പം സാറിന്റെയൊക്കെ ജീവിതം എനിക്കൊക്കെ വലിയ ഇൻസ്പിറേഷൻ ആയിട്ടുണ്ട്. എന്നെ ബോംബെയിൽ നിന്ന് ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു, ആ സാറിന്റെ നമ്പർ തരണം. ഞാൻ ഇത്രയും നാളും പാസ്റ്ററുടെ അനുഭവസാക്ഷി, പലരുടെ അനുഭവസാക്ഷി, ഞാൻ 500-ലധികം പേരുടെ അനുഭവസാക്ഷ്യം ചെയ്തിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അനുഭവസാക്ഷി ഇതാണ്. അദ്ദേഹം ഒരു വലിയ പാസ്റ്റർ. അദ്ദേഹം പറഞ്ഞു, ഇതാണ് സുവിശേഷം, ഇതാണ് സുവിശേഷം, നമ്മുടെ ജീവിതത്തിലൂടെ കാണിക്കുന്നതാണ് സുവിശേഷം. യഥാർത്ഥത്തിൽ അദ്ദേഹം ഒരു നല്ല സുവിശേഷമാണ്. ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും അടുത്തതായിട്ട് അധ്യക്ഷ പ്രസംഗത്തിന് വേണ്ടി പാസ്റ്റർ KP രാജുവിനെ ക്ഷണിക്കുകയാണ്. ദൈവനാമത്തിന് മഹത്വം. യുണൈറ്റഡ് പെന്തക്കോസ്റ്റ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ ഡോക്ടർ സിറിയക് സാറിനെ അനുമോദിക്കുന്ന ഈ ചടങ്ങിൽ അധ്യക്ഷ സ്ഥാനത്തിരിക്കുവാനും 2 വാക്ക് സംസാരിക്കുവാനും ലഭിച്ചത് ഞാൻ ഭാഗ്യമായി കാണുന്നു. യുണൈറ്റഡ് പെന്തക്കോസ്റ്റ് കൗൺസിലിന്റെ ദേശീയ പ്രസിഡന്റ് ബഹുമാന്യനായ ബാബു പറയത്തുകാട്ടിൽ, ദേശീയ നൃത്തസ്ഥാനം വഹിക്കുന്ന പുരുഷ് പാസ്റ്റർ, ഗോസ്പൽ TV ചാനൽ ഡയറക്ടർ, എൻ്റെ സ്നേഹിതൻ പാസ്റ്റർ സാജു അവറുകൾ, യുണൈറ്റഡ് പെന്തക്കോസ്റ്റ് കൗൺസിലിന്റെ ജില്ലാ സെക്രട്ടറി ഷാബു വാൻഡ്രൂസ്, ഏറ്റവും ബഹുമാന്യനായ OM ജോൺ സാറ് കുടുംബം, പ്രിയ ജോയിച്ചായ, എനിക്ക് പേരുകൾ അറിയത്തില്ല, വന്ന് സംബന്ധിക്കുന്ന എല്ലാവർക്കും അവരെല്ലാം വന്ദനം ചെയ്യുന്നു. എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സിറിയക് സാറിനെ സംബന്ധിച്ച് എനിക്ക് വ്യക്തിപരമായി അദ്ദേഹമായിട്ട് ബന്ധമില്ല. എന്നാൽ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ഞാൻ പലരോടും അദ്ദേഹത്തെ കുറിച്ച് സംസാരിക്കുകയും ഇങ്ങനെ ഒരു പ്രോഗ്രാം ഇവിടെ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ സമൂഹത്തിൽ അദ്ദേഹത്തെ എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തെ കുറിച്ച് ഇവിടെ സ്വാഗത ആശംസ പറഞ്ഞ, സ്വാഗത പ്രസംഗത്തിലൊക്കെ പറഞ്ഞ ദേവദാസന്മാർ സൂചിപ്പിച്ചതിലൊക്കെ എത്രയോ കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ അദ്ദേഹത്തിന് പറ്റിയിട്ടുണ്ട്. ജീവകാരുണ്യ പ്രവർത്തനം എന്താണ് എന്ന് സമൂഹത്തിന് കാണിച്ചു കൊടുത്തൊരു വ്യക്തിയാണ് ഡോക്ടർ സിറിയക്. ഈ സമയത്ത് ഞാൻ ഓർക്കുന്നത്, പ്രേക്ഷിത വേലയുടെ ഭാഗമായിട്ട് നമ്മുടെ രാജ്യത്ത് വന്ന വില്യം ബൂത്ത്, സാൽവേഷൻ ആർമിയുടെ ഫൗണ്ടറാണത്. അദ്ദേഹം സാൽവേഷൻ ആർമിയുടെ ആപ്തവാക്യം എന്ന് പറയുന്നത് സോപ്പെ സൂപ്പെ സാൽവേഷൻ. അദ്ദേഹം ഇവിടെ നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല, ഇവിടെ ബാബുപറയത്തുകാട്ടിലേക്ക് ആ ദേശം, അവിടെ വന്ന് അദ്ദേഹം പ്രവർത്തിച്ച് മല്ലപ്പള്ളിയിലൂടെ ഇങ്ങനെ യാത്ര ചെയ്തു പോകുന്ന സമയത്ത് ഒരു വയലിൽ ഉഴവ് നടന്നുകൊണ്ടിരിക്കുക. ആ നുഖത്തിന്റെ ഒരറ്റത്ത് ഒരു പോത്തും മറ്റേ അറ്റത്ത് ഒരു മനുഷ്യനും. അദ്ദേഹത്തിന് അത് സഹിക്കാൻ പറ്റിയില്ല. അടിമ വ്യാപാരം, ആ സമ്പ്രദായം നിലനിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. അദ്ദേഹം ആ ഉഴുന്ന ആളോട് ചോദിച്ചു, ഇതൊരു മനുഷ്യനല്ലേ, അദ്ദേഹത്തോട് ഇങ്ങനെ ചെയ്യാമോ? അന്നേരം പറഞ്ഞു, എൻ്റെ യജമാനന്റെ അടിമയാണ്. നിന്റെ യജമാനന്റെ വീട് എവിടെയാന്ന് ചോദിച്ചു. അങ്ങനെ യജമാന്റെ വീട്ടിൽ ചെന്ന് ആ മനുഷ്യനെ എനിക്ക് വിലക്ക് തരാമോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞ വില കൊടുത്ത് വാങ്ങിച്ച് അദ്ദേഹത്തെ തൻ്റെ ആസ്ഥാനത്ത് കൊണ്ടുവന്ന് തന്നെ വൃത്തിയായിട്ട് കുളിപ്പിച്ച് നല്ല ആഹാരം കൊടുത്തു. എന്നിട്ട് മൂന്നാമത് പറഞ്ഞു, രക്ഷയെക്കുറിച്ച് പറഞ്ഞു. നമ്മൾ ഏറ്റവും ആദ്യം രക്ഷയെക്കുറിച്ചാണ് പറയുന്നത്. ആഹാരം കൊടുത്തു, അത് വൃത്തിയാക്കിയിട്ട് രക്ഷയെക്കുറിച്ച് പറഞ്ഞു. സാൽവേഷൻ ആർമിയുടെ ആദ്യത്തെ ശുശ്രൂഷകൻ ആ മനുഷ്യനായിരുന്നു. ചരിത്രം സാക്ഷ്യപ്പെട്ടു. പ്രിയ സിറിയക് സാറ് അനേക
ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും മാത്രമല്ല ജീവകാരുണ്യ പ്രവർത്തനം എന്താണെന്ന് താൻ തൻ്റെ പ്രവൃത്തിയിലൂടെ കാണിച്ചൊരു വ്യക്തിയാണ്. അദ്ദേഹത്തെ ആദരിക്കുന്ന ഈ ചടങ്ങിൽ വന്ന് സംബന്ധിക്കുക എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമാണ്. അതുകൊണ്ട് നമുക്കും അദ്ദേഹത്തോട് ചേർന്ന് പ്രവർത്തിക്കുവാൻ ഇതൊരു പ്രചോദനമാണ്. യുണൈറ്റഡ് പെന്തക്കോസ്റ്റ് കൗൺസിലിനെ കുറിച്ച് ആധികാരികമായിട്ട് അതിൻ്റെ ദേശീയ പ്രസിഡന്റ് ബാബു പറയത്തിലാട്ടിൽ അവർ പറയും എന്നുള്ളത് കൊണ്ട് ഞാൻ കൂടുതൽ കാര്യം സംബന്ധിച്ച് പറയുന്നില്ല. എങ്കിലും ചുരുങ്ങിയ കാലം കൊണ്ട് ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യുവാൻ ഈ പ്രസ്ഥാനത്തിന് കഴിഞ്ഞു. ആയിരക്കണക്കിന് ദൈവദാസന്മാർ ദൈവമക്കളുള്ള ഒരു സംഘടനയാണ് യുണൈറ്റഡ് പെന്തക്കോസ്റ്റ് കൗൺസിൽ എന്ന് പറയുന്നത്. സമൂഹത്തില് പാർശ്വവൽക്കരിക്കപ്പെട്ട് കിടക്കുന്ന അനേക ദൈവജനമുണ്ട്, ക്രൈസ്തവരുണ്ട്. അവരെയൊക്കെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ കൊണ്ടുവരുവാനും അവർക്കൊക്കെ ചെയ്യാവുന്ന പരിമിതിക്ക് അപ്പുറമായിട്ട് സഹായങ്ങൾ ചെയ്യുവാനായിട്ട് ഈ സംഘടനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ അനേകര് അവരുടെ അവകാശങ്ങൾ അത് ഉദ്യോഗ തലത്തില് ഗവൺമെന്റ് തലത്തിൽ അധികാരികളൊക്കെ മുമ്പില് അത് സംസാരിച്ച് അവരുടെ അവകാശങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നതിൽ വളരെ ഉത്സാഹം കാണിക്കുകയും അത് കഠിനാധ്വാനം ചെയ്യുന്ന ഒരു പ്രസിഡന്റാണ് യുണൈറ്റഡ് പെന്തക്കോസ്റ്റ് കൗൺസിലിന്റെ പ്രസിഡന്റ്, ദേശീയ നേതൃത്വം. ഇന്ന് ഈ ചടങ്ങിൽ വന്ന് സംബന്ധിക്കുവാൻ രണ്ടു വാക്ക് സംസാരിക്കാനൊക്കെ അവസരം ലഭിച്ചത് ഞാൻ ഭാഗ്യമായി കാണുന്നു. ഞാൻ വാക്കുകളുടെ പരിമിതപ്പെടുത്തുകയാണ്. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. യുണൈറ്റഡ് പെന്തക്കോസ്റ്റൽ കൗൺസിലിന്റെ ദേശീയ അധ്യക്ഷൻ ബഹുമാന്യനായ ശ്രീ ബാബു പറയത്തേക്കാട്ടിൽ സാറിനെ സന്ദേശത്തിന് വേണ്ടിയിട്ടും അതോടൊപ്പം ഡോക്ടർ MC സിറിയക്കിനെ ആദരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. ഇതിന്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ യോഗത്തിന് അധ്യക്ഷത വഹിക്കുന്ന UPCയുടെ ദേശീയ വൈസ് പ്രസിഡന്റ് രാജീവ് പാസ്റ്റർ, അതുപോലെ ദേശീയ ജോയിന്റ് സെക്രട്ടറി ഫിലിനോസ് ബ്രദർ, അതുപോലെ UPയുടെ സംസ്ഥാന പ്രസിഡന്റ് ഷാജു സാറ്, ഇവിടെ സന്നിധിയായിരിക്കുന്ന ഡോക്ടർ M സിറിയക്ക്, ON ജോൺ സാറ്, സാവു ആൻഡ്രോസ്, ജോയ് മാത്യു, ഇവിടെ സന്നിധിയായിരിക്കുന്ന പ്രിയ ദൈവദാസന്മാർ, നിങ്ങൾക്ക് എല്ലാവർക്കും വേഗം വരുന്നതിനായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹത്തെയും വന്ദനത്തെ അറിയിക്കുന്നു. ഞാൻ ഈ ദിവസം വളരെ ഭാഗ്യമുള്ള ഒരു ദിവസമായി ഞാൻ കണക്കൂട്ടുന്ന ഒരു ബിസിനസ്സുകാരൻ എന്നുള്ള നിലയ്ക്കും സ്വാഗത പ്രസംഗം പറഞ്ഞ പോലെ രാഷ്ട്രീയത്തിന്റെ കലാശക്കൊട്ട് സമയമാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയ്ക്കും ബിസിനസ് 3-4 ബിസിനസ് സ്ഥാപനത്തിന്റെ ഉടമസ്ഥൻ എന്നുള്ള നിലയ്ക്കും ശനിയാഴ്ച ദിവസം അല്പം തിരക്കുള്ള സമയമാണ്. ഏകദേശം ഈ ഡോക്ടറിനെ കുറിച്ച് ബഹുമാനപ്പെട്ട സാജു പാസ്റ്റർ പറഞ്ഞപ്പോൾ ജീവിതത്തിൽ വളരെ സന്തോഷം തോന്നി. ഞാൻ ഈ പ്രായത്തിന്റെ ഇടയ്ക്ക് പല സംസ്ഥാനത്തുള്ളവരും പല ദേശത്തുള്ളവരും പല മതങ്ങളുള്ളവരുമായി ഞാൻ ഇടപെട്ടുള്ള ഒരു വ്യക്തിയാണ്. എനിക്ക് 18 വർഷമായി രക്ഷിക്കപ്പെട്ട് വർത്തമാന സഭയിൽ നിന്ന് പെന്തിക്കോസിൽ വന്നിട്ടും എൻ്റെ ജീവിതത്തിൽ ക്രിസ്തുവിന്റെ മാതൃക കാണുവാൻ ആരിൽ നിന്നും എനിക്ക് സാധിച്ചിട്ടില്ല. എന്നാൽ അത് ഇവിടെ വന്നപ്പോൾ ആ യേശുക്രിസ്തുവിന്റെ മാതൃക കാണുവാനായിട്ട്, യേശുക്രിസ്തുവിന്റെ ജീവിതം, ആ ലാളിത്യമായ ജീവിതം, മറ്റുള്ളവരെ സ്നേഹിക്കുക, ബഹുമാനിക്കുക, കരുതുക, അതൊരു ഡോക്ടറിൽ കൂടെ കാണുവാൻ സാധിച്ചത് ഞാൻ ഏറ്റവും വളരെ സന്തോഷവാനാണ്. ഈ ഒരു ദിവസം എന്നെ സംബന്ധിച്ചോളം എന്തെല്ലാം ലഭിച്ചാലും ഇങ്ങനെയുള്ള വ്യക്തികളുമായി സഹകരിക്കുക, തുടർന്നുള്ള പ്രവർത്തനങ്ങൾ, ഇതൊക്കെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം പകരുന്നതാണ്. പലപ്പോഴും എല്ലാവരും നമ്മള് ബഹുമാനപ്പെട്ട അധ്യക്ഷൻ പറഞ്ഞ പോലെ രക്ഷയെ കൊണ്ട് പറയും, ഒരുത്തനെ സഹായിക്കാനായിട്ട് പറ്റത്തില്ല. നമ്മൾ ചുമ്മാ ഞാൻ പറയാം, ഞാൻ പ്രദാനം ചെയ്യുന്ന പെന്തിക്കോസ്ത് സമൂഹത്തെ തന്നെ പറയും, മറ്റുള്ള സമുദായത്തെ ഞാൻ പറയുന്നത് ശരിയല്ല. ഈ സാൽവേഷൻ ആർമിക്കാരൊക്കെ പറഞ്ഞ പോലെ ഇതൊന്നും ചെയ്യാതെ രക്ഷയെക്കുറിച്ച് പറയുന്നതല്ല. രക്ഷ വേണം, ആദ്യം അവരെ ഒന്ന് സഹായിച്ചിട്ട് വേണം. ഞാൻ എപ്പോഴും പറയും, എന്റെ കൂടെ നിൽക്കുന്ന ദൈവദാസന്മാരും ആരെയും മനുഷ്യരാണ്, നീതിമാനായി വാഴ്ത്തപ്പെട്ട കർത്താവേ ഉള്ളൂ. ആരെങ്കിലും ഒരു തെറ്റ് പറ്റിയാൽ അവൻ കുഴി വീണാൽ ആ കുഴിയിൽ നിന്ന് അവനെ പിടിച്ച് കയറ്റി അവനെ ഒന്ന് രക്ഷിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം ഞങ്ങളുടെ പെന്തിക്കോസ്ത് സമൂഹത്തിനില്ല. എനിക്ക് വളരെ വിഷമമുണ്ട്. നമുക്ക് ആർക്കെങ്കിലും ഒരു തെറ്റ് പറ്റിയാൽ അവനെ ക്രൂശിക്കുക, അതിൽ നിന്ന് മാറി അവനെ രക്ഷിച്ച് അവനെ മുമ്പ് അദ്ദേഹം പറഞ്ഞു ഒരു കാളയെ പോലെ ആ ആളെ രക്ഷിക്കാനായിട്ടാണ് ക്രിസ്തു പറഞ്ഞു വന്നിരിക്കുന്നത്. ആ ഒരു സ്നേഹം നമ്മൾ ഇല്ലാത്തത് വളരെ കഷ്ടം തന്നെ. ഇങ്ങനെ ഒരാളെ കണ്ടെത്തി ആ മാതൃക നമ്മുടെ ജീവിതത്തിലേക്ക് വരണം. നമുക്കറിയാം ദൈവം നമുക്ക് തരുന്ന സമ്പത്തുകൾ. എന്നെ സംബന്ധിച്ചോളം ഞാൻ
എൻ്റെ പിതാക്കന്മാർ, അതായത് എൻ്റെ പപ്പാടെയും മമ്മയുടെയും അവരിൽ നിന്ന് കണ്ടുപഠിച്ച് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. എൻ്റെ അമ്മച്ചി പള്ളിയിൽ നിന്ന് വരുമ്പോൾ ഈ അന്നത്തെ കാലത്ത് ഈ ഇടം കഴിക്കാത്ത അരി വെച്ച് കൊടുക്കും. ആ അരി കൊടുക്കുമ്പോഴത്തേക്ക് അമ്മച്ചി ആ കപ്പിയാർക്ക് വീണ്ടും ഇട്ട് കൊടുക്കും. അല്ലെങ്കിൽ ഇഷ്ടംപോലെ വീട്ടിൽ നെല്ലുണ്ട്, നെല്ല് വാങ്ങിക്കാൻ പറ്റുന്നവർക്ക് ആ നെല്ല് ഇങ്ങനെ ഒന്ന് അതിന്റെ ഒരു സൈഡും കൊണ്ട് വടിച്ചിട്ട് പിന്നെ ഇട്ട് കൊടുക്കുന്നു. ഇങ്ങനെ മറ്റുള്ളവർക്ക് കൊടുത്ത് മറ്റുള്ളവരുടെ ബുദ്ധിമുട്ട് കണ്ട് ശീലിച്ചതുകൊണ്ട് എനിക്ക് മറ്റുള്ളവരുടെ ഒരു പ്രയാസം എൻ്റെ ജീവിതത്തിൽ വളരെ എന്നെ സ്ട്രൈക്ക് ചെയ്യുന്ന ഒരു സംഭവം. ഞാൻ ഈ പെന്തിക്കോസ് സംഘടനയിൽ വന്നതിന് വരാനുള്ള പ്രധാന കാരണം നമുക്കറിയാം. ഈ പെന്തിക്കോസ് സമൂഹത്തിൽ അനേക ദൈവദാസന്മാരോട് സൂചിപ്പിച്ചു, അനേകർ കഷ്ടത്തിലാകുന്നത്, അനേകർ വളരെ ഭാരത്തിലാകുന്നത്. അവരെ കരുതുവാൻ, അവർക്ക് വേണ്ടി ജീവിക്കുവാൻ നമുക്ക് ക്രിസ്തു ആകാൻ പറ്റിയില്ലെങ്കിലും ക്രിസ്തു ചെയ്യുന്ന കുറെ മാതൃകയിലും നമുക്ക് ജീവിക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ദൈവം തരുന്ന ആയുസ് വൃതമായി ആണ് അതിനെ ഞാൻ കാണുന്നത്. നമുക്ക് ദൈവം തരുന്ന സമയം മറ്റുള്ളവരെ കരുതുകയും സ്നേഹിക്കുകയും ചെയ്യുക. ഞാൻ ബഹുമാനപ്പെട്ട ഈ ഡോക്ടറിനെ കുറിച്ച് ഒരു 5 മിനിറ്റ് ഞാൻ ആ വീഡിയോ കണ്ടു. ഞാൻ ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ഇവിടെ സൂചിപ്പിച്ചു നമ്മളെല്ലാം ഭക്ഷണപ്രിയരാണ്. ഡോക്ടർ പറഞ്ഞാൽ മട്ടൻ ബിരിയാണി കല്യാണത്തിന്, ഇപ്പം ഞാൻ വിളിച്ചാൽ ഇപ്പം കല്യാണത്തിന് പോയി അവരെ ഹായ് പറഞ്ഞ് പോകുന്ന അവസ്ഥയിലേക്ക് ഞാനും വന്നു. പക്ഷെ വർജിക്കേണ്ടതിനെ വർജിക്കുക, അത് നമ്മളെ കൊണ്ട് പറ്റത്തില്ല. നമ്മുടെ പ്രസംഗത്തിൽ കൂടെ പറ്റത്തുള്ളൂ. അദ്ദേഹം ബിരിയാണിയുടെ കഥയൊക്കെ ഞാൻ ഒന്ന് 2 മിനിറ്റ് കേട്ടു. പക്ഷെ ബിരിയാണി ആണെങ്കിലും എന്തോ ആണെങ്കിലും ഒന്ന് വർജിക്കേണ്ടതിനെ വർജിക്കുക, ക്രിസ്തുവിനെ അമിതമായി സ്നേഹിക്കുക, ക്രിസ്തുവിന്റെ മാതൃക കാണിക്കുക എന്ന് പറഞ്ഞാൽ അതൊന്നും ചുരുക്കം ആൾക്കാർക്കേ പറ്റത്തുള്ളൂ. അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ ആദരിക്കുക വേണം. അദ്ദേഹത്തിനെ സംബന്ധിച്ചോളം ഞാൻ മനസ്സിലാക്കിയത്, നമുക്കൊരു ചെറിയ ഒരു അവാർഡ് എവിടെയെങ്കിലും കിട്ടിയാൽ അത് നീട്ടിപ്പിടിച്ച് സോഷ്യൽ മീഡിയ ആയിട്ട് ലോകം മുഴുവൻ അറിയിക്കുന്ന ഒരു സംവിധാനമാണ് നമ്മുടെ മനുഷ്യരുടെ. ഞാൻ കുറച്ചൊന്ന് എഴുതിയിരുന്നു. സ്റ്റാർ ഓഫ് ഏഷ്യ, ബ്രിട്ടീഷ് പാർലമെന്റ്, ബ്രിട്ടീഷ് റോയൽ ഫാമിലി, റഷ്യൻ പാർലമെന്റ്, മദർ തെരേസ അവാർഡ്, ജവഹർലാൽ നെഹ്റു അവാർഡ്, മഹാത്മാഗാന്ധി അവാർഡ്. ഇതുപോലെ ഇത് ഒരു സൈഡേ ഉള്ളൂ. എനിക്ക് എഴുതിയെടുക്കാൻ രാവിലെ സമയം കിട്ടിയില്ല. ഇത്രത്തോളം അവാർഡ് വാങ്ങിച്ച ഒരു വ്യക്തി ഇന്ന് കേരളത്തിൽ എത്ര പേരുണ്ട്? അതുപോലെ വീട് വെച്ച് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയുടെ കാലയിലൊക്കെ ഒന്ന് തൊട്ടിട്ടേ ഇത് പോകാവുള്ളല്ല. അത്രയ്ക്കും മഹാനായ ഒരു വ്യക്തി എന്ന് തന്നെ എനിക്ക് പറയേണ്ടതായിട്ട് വരും. അവരുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, മറ്റുള്ളവരെ ഒന്ന് കാറെ ഇരുത്തി കൊണ്ടുപോകാനുള്ള ഒരു മനസ്സ് എത്ര നമ്മുടെ പാസ്റ്റർമാർക്കുണ്ട്. ഇന്ന് സഭകളിൽ തമ്മിത്തല്ലാണ്, സഭകളിൽ തമ്മിത്തല്ലുകൾ. ഇവരെയൊക്കെ കണ്ട പെന്തിക്കോസുകാരും മറ്റവരും ഒക്കെ ഒന്ന് മാതൃകയാക്കേണ്ടതാണ്. അപ്പൊ അനേക ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ, മറ്റുള്ളവരെ കരുതുവാനായിട്ട് അദ്ദേഹത്തിന്റെ ഈ ഹോസ്പിറ്റലിൽ 30 രൂപ ട്രീറ്റ്മെന്റ്. എവിടെയാണ് ഡോക്ടറെ ഒരു 500 രൂപ വേണം ഒരു ഡോക്ടറിനെ കാണുന്ന കൺസൾട്ടിങ്, ഒരു 200 രൂപ വേണം ഒരു MBBS സാധാരണ ഡോക്ടറെ കാണുന്ന കൺസൾട്ടിങ്. 30 രൂപയ്ക്ക് സാധാരണക്കാരായ ആൾക്കാർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആരും ചെയ്യാത്ത ഒരു വലിയ കാര്യമാണ് ചെയ്യുന്നത്. അതുപോലെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ യഥാർത്ഥമായ യേശു ക്രിസ്തുവിന്റെ ജീവിതം പോലെ തന്നെ മറ്റുള്ളവരെ സ്നേഹിക്കുകയും മറ്റുള്ളവരെ ബഹുമാനിക്കുകയും ക്രിസ്തുവിന്റെ പാത പിന്തുടരുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഞാൻ വളരെ അഭിമാനത്തോടാണ് ഇവിടെ നിൽക്കുന്നത്. എന്റെ രോമം പോലും സത്യത്തിൽ എഴുന്നേറ്റ് നിൽക്കുന്നത്. കാരണം ഞാൻ പറയുന്നതൊന്നും കള്ളത്തരമല്ല. പലപ്പോഴും നമ്മൾ സ്റ്റേജുകളിൽ പലപ്പോഴും ഭൂഴ്ത്തി സംസാരിക്കാറുണ്ട്. ഇത് ജീവിതത്തിൽ റിയാലിറ്റിയാണ് ഇവിടെ സംസാരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാനും ഡോക്ടറിനെ പോലെ ഇങ്ങനൊന്നും കൊടുത്തില്ലെങ്കിലും എനിക്ക് ദൈവം തരുന്ന ചില കാര്യങ്ങൾ ഞാൻ ചെയ്യാറുണ്ട്. ഡോക്ടറെ കണ്ടുമുട്ടിയത് വലിയ ഭാഗ്യമായി ഞാൻ കരുതുന്നു. യുണൈറ്റഡ് പെന്തക്കോസ്റ്റ് കൗൺസിലിനെ സംബന്ധിച്ചോളം നിർദ്ധരായ ആൾക്കാർ, ഞങ്ങളുടെ കൂടെ വീടില്ലാത്തവരുണ്ട്, ഞങ്ങളുടെ കൂട്ടത്തിൽ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനില്ലാത്തവരുണ്ട്, ട്രീറ്റ്മെന്റിന് പറ്റാത്ത ധാരാളം ദൈവദാസന്മാരുണ്ട്. അവരെ കരുതി അവർക്ക് വേണ്ടിയാണ് ഞങ്ങൾ UPS കേരളത്തിൽ രൂപപ്പെടുത്തിയത്. ഈ 1 വർഷം കൊണ്ട് കേരളത്തിൽ എല്ലാ താലൂക്കുകളിലും താലൂക്ക് കമ്മിറ്റികൾ, സംസ്ഥാനത്ത് എല്ലാം പ്രവർത്തിക്കാനായിട്ട് ദൈവം ഇടയാക്കി. സാജു ബ്രദറിനെ ഞങ്ങൾക്ക് ദൈവം കണ്ടുമുട്ടി. ഇനിയും ദൈവം അനുവദിച്ചെങ്കിൽ പ്രഖ്യാപിക്കുകയാണ് 6 മാസത്തിനകം അമേരിക്കയിൽ ഞങ്ങളുടെ UPCയുടെ യൂണിറ്റ് അവിടെ തുടങ്ങും, കാനഡയിൽ തുടങ്ങും, അനേക വിദേശ രാജ്യങ്ങളിൽ ഞങ്ങൾ എത്തിച്ചേരും. ഞങ്ങൾ ഒരുമിച്ച് ബഹുമാനപ്പെട്ട ഡോക്ടറുമായി ചേർന്ന് കേരളത്തിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്ത് ക്രിസ്തുവിന്റെ മാതൃക മറ്റുള്ളവരെ കാണിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇന്ന് ഇവിടെ ഇത്രയും പേരെ UPCയുടെ ഇത്തരക്കിൽ ഞങ്ങൾ വന്ന ബഹുമാനപ്പെട്ട ഡോക്ടറെ ആദരിക്കുവാൻ ഞങ്ങൾക്ക് ഭാഗ്യം ലഭിച്ചു. ഇത് വലിയ ഭാഗ്യമായി എൻ്റെ ജീവിതത്തിൽ ഈ പ്രായത്തിന്റെ ഇടയിൽ കിട്ടിയ വലിയ ഭാഗ്യമായി കരുതുന്നു. ഒരുമിച്ചുള്ള പ്രവർത്തനങ്ങളാണ്. നമുക്ക് മുന്നോട്ട് പോകണമെന്ന് ഞാൻ ഡോക്ടറോട് ഓർമ്മപ്പെടുത്തുന്നു. ഡോക്ടർ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒത്തിരി പേരുണ്ട്, അവശ നിലയിൽ വീടില്ലാത്തവരുണ്ട്.
അവരുടെയൊക്കെ ഒരു കാര്യങ്ങൾ പറഞ്ഞു പോകാൻ സമയം കുറവാണ്. അപ്പൊ അതുകൊണ്ട് ഡോക്ടറിന്റെ മനസ്സിലത് ഇരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഡോക്ടർ ഞങ്ങളെ കൂടെ ഒന്ന് കണ്ണടച്ചൊന്ന് സഹായിക്കണം. ഒരുമിച്ച് നമ്മുടെ മുന്നോട്ടുള്ള പാതകൾ പോകാം. ദൈവം ഡോക്ടറിനെ ദീർഘായുസ്, ഇതൊരു ഭംഗിയ വയസ്സല്ല, ദീർഘായുസ്, നീ നിന്റെ മക്കളെയും മക്കളെയും കാണുവാൻ ദൈവിക വാഗ്ദത്തങ്ങൾ നിറവേറണം. എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ, അനർത്ഥ ദിവസത്തിലെ യഹോവ അവനെ വിടുവിക്കും. ഈ വചനങ്ങളെല്ലാം ചൊല്ലി ഡോക്ടറെയും ഡോക്ടറിന്റെ കുടുംബത്തെയും കുഞ്ഞുങ്ങളെയും എല്ലാം ഞങ്ങളെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിക്കുകയാണ്. ഇത് ദൈവം ദീർഘായുസോടെ ദൈവം ഡോക്ടറെ നിർത്താൻ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്ക് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ദൈവം ദീർഘായുസ് കൊടുത്ത് ഇതുപോലുള്ള നന്മകൾ ഭൂമിയിൽ ചെയ്യുവാൻ ദൈവം അദ്ദേഹത്തെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ ഇദ്ദേഹത്തെ ഞാൻ ആദരിക്കുകയാണ്. താങ്ക് യു ഡോക്ടർ. ഈ ഷീൽഡ് നിങ്ങളുടെ എല്ലാ അനുവാദത്തോടെ ഞാൻ ബഹുമാനപ്പെട്ട ഡോക്ടറിനെ കൈമാറും. പെന്തക്കോസ്തിലുള്ള ഒത്തിരി പേരുമായിട്ട് എനിക്ക് ഒത്തിരി ബന്ധമുണ്ട്. ഞാൻ 48 വർഷമായി ഇവയിലേക്ക് വന്നത്. 7/7/77 ആണ് എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു പ്രാർത്ഥന നടന്നു. മുഖ്യമായിട്ടൊരു പ്രാർത്ഥനയാണ്. അതിൻ്റെ പിന്നിലെ രഹസ്യം എന്ന് പറഞ്ഞാൽ ഒത്തിരി ഉണ്ട് എനിക്ക് പറയാൻ. ഞാൻ ഒരു കത്തോലിക്കനായിട്ടാണ് എൻ്റെ ജീവിതം ജീവിക്കാനായിട്ടുള്ളത്. ഞങ്ങളുടെ വീട്ടിൽ പറഞ്ഞിട്ടുള്ളത് പോലെ എൻ്റെ കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പിതാവിൻ്റെ കുടുംബവും മാതാവിൻ്റെ കുടുംബവും വളരെ ഒരു ആത്മീയ പാരമ്പര്യമുണ്ട്. എൻ്റെ വല്യപ്പൻ, മൈ ഗ്രാൻഡ് ഫാദർ, അദ്ദേഹം ചേർപ്പുങ്കൽ പള്ളിയുടെ കൈക്കാരനാണ്. ചെറിയത് കുര്യാക്കോ പയ്യാനി കൊണ്ടുപോകുന്ന അദ്ദേഹത്തിൻ്റെ പേര്. 1940 കാലത്തിൽ അദ്ദേഹം 750 രൂപയുടെ ചിട്ടി പിടിച്ച ആളാണ്, ചിട്ടി മുതലിച്ചയാണ്. അപ്പം അങ്ങനെ അന്ന് നാട്ടുകാരുടെ മുഴുവൻ ആദായം ഞങ്ങളുടെ അടയിലിരുന്നൊരു കാലഘട്ടം. അപ്പം ഞാനതെല്ലാം എൻ്റെ കുട്ടിക്കാലത്ത് ഞാനിതെല്ലാം കണ്ടുപിടിച്ചിട്ടില്ല. അത്രയ്ക്കൊരു പ്രഗത്ഭനായിരുന്നു എൻ്റെ വല്യപ്പനെന്ന് പറയുന്നത്. അതുപോലെ എൻ്റെ പിതാവാണ് അന്നേക്കാലത്ത് വിദ്യാഭ്യാസമുള്ളൊരു മനുഷ്യൻ. ESSLC വരെ അദ്ദേഹം പഠിച്ചത്. എന്നിട്ട് നാട്ടിൽ ഇംഗ്ലീഷ് അറിയാവുന്ന ഏക വ്യക്തിയാണ്. ഞാൻ വളരെ ഭയത്തോടെയാണ് ഉപകാരിക്കുന്നതെന്നും നമ്മൾ വിചാരിച്ചു വളരെ മുമ്പോട്ട് സമയം പോയിരിക്കുകയാണ്. അതുകൊണ്ട് ഒറ്റ വാക്കിൽ ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. സാറിന് എനിക്ക് അനേക വർഷങ്ങളായിട്ട് നല്ല പരിചയമുണ്ട്. കാരണം ഇവിടെ ആർക്കുന്നത് കൺവെൻഷൻ നടത്തുമ്പോൾ ഇവിടെ പല ദേവദാസന്മാരും സാറിനെ കണ്ടുകൊണ്ടാണ് ഇവിടെ കൺവെൻഷൻ നടത്തുന്നത്. മകനെയും പാസ്റ്റർ അവരെ ആദരിച്ചിട്ടുണ്ട് പല പ്രാവശ്യം. അതുപോലെ തന്നെ ഈ ഇവിടുത്തെ മൈതാനത്ത് വെച്ച് നടന്ന കൺവെൻഷൻ സാറ് ഞാനൊന്നര പ്രസ്ഥാനത്തിൻ്റെ ജനറൽ പ്രസിഡന്റായിരുന്നു. വളരെ ഇവിടെയുള്ള ക്രൈസ്തവ സഭയ്ക്ക് സാർ വളരെ ഒരു ആശ്വാസമാണ്, ഒരു സമാധാനമാണ്. അവിടെ പ്രശ്നങ്ങളിൽ ആദ്യം ഉറ്റുനോക്കുന്നത് സാറിൻ്റെ മുഖമാണ്. അത് മാത്രമല്ല നാനാജാതി മതസ്ഥർ കടന്നു ചെല്ലുന്നിടത്തെല്ലാം സാറിനെ കുറിച്ച് വളരെ മനോഹരമായ വാക്കുകൾ ക്രൈസ്തവരുടെയും സാധാരണ എല്ലാ ജനവിഭാഗത്തിൽ നിന്നും കേൾക്കുന്നുണ്ട്. എൻ്റെ ഒരു സുഹൃത്ത് ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ഒരാളാണ്. അപ്പം സാറിനെ ചെയ്യുന്ന ശിശുയുടെ വാക്കുകൾ കൊണ്ട് വിവരിക്കാനോ വർണ്ണിക്കാനോ എനിക്ക് കഴിയാത്തത് കൊണ്ട് സാധിക്കാത്തത് കൊണ്ട് ഞാനത് തോൽക്ക് മാത്രമേ ചെയ്യത്തുള്ളൂ കുത്തുബോധികളുണ്ട്. എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാൻ വിശേഷാൽ എല്ലാവർക്കും ബോയ്ച്ചായൻ, രായ്ച്ചായൻ, അതുപോലെ ജോയിന്റ് സെക്രട്ടറി ജോൺ സാറ്, സാജു സാറ്, ഇവിടെ ആയിരിക്കുന്ന എല്ലാവർക്കും ഈ പ്രോഗ്രാമത്തോടൊപ്പം നിങ്ങൾ വിജയിപ്പിച്ചതിനായി ആ കൂട്ടായ്മയ്ക്ക് എൻ്റെ ഭാഗത്തു നിന്നുള്ള നന്ദിയും പ്രകാശിപ്പിക്കാൻ വാക്കുകളെ അവസാനിപ്പിക്കുന്നത് നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ മീറ്റിംഗിൽ അധ്യക്ഷനായിരുന്ന ബഹുമാനപ്പെട്ട MP രാജൻ പാസ്റ്ററുള്ള നന്ദി അറിയിക്കുന്നു. ഡോക്ടർ MC സിറിയക് സാറിന് ഞങ്ങൾ ചിന്തിക്കുന്നതിനേക്കാളപ്പുറമാണ് അദ്ദേഹത്തിൻ്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ. എനിക്കും ഇതിൻ്റെ ഒരു ഭാഗമാകുവാൻ കഴിഞ്ഞു. അതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സാറിനുള്ള വളരെ നന്ദി അറിയിക്കുന്നു. ബഹുമാനപ്പെട്ട ബാബു പറയത്തുകാട്ടിൽ സാറ് യുണൈറ്റഡ് പെന്തക്കോസ്റ്റൽ കൗൺസിലിന്റെ പ്രസിഡന്റ് സാറേ വളരെ നന്ദി. വളരെ തിരക്കുള്ള സമയത്ത് സാറ് വന്നത് എന്തായാലും നഷ്ടമായില്ല.
ഒരാൾക്ക് വേണ്ടിയിട്ട് ഒരു ക്രമീകരണം ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കിയെല്ലാം സാറിന്റെ കയ്യിൽ. ബഹുമാനപ്പെട്ട മുന്നൂസ് മാസ്റ്റർ എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരനാണ്. എന്നെ സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് പുറത്തിറങ്ങി ഒരു ഗ്രൂപ്പായിട്ട് ഒരു ഫോട്ടോ എടുക്കണം. അതിനുശേഷം നമുക്ക് പിന്നെ പിരിയാം.